വലിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരില്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്നവരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടെ കണ്ട ഇത് കണ്ട വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ചത്ത വിടാൻ പറഞ്ഞില്ലേ? ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടൂ. എന്നാ പിടിച്ചോ. ഒറ്റ വീക്കുന്നമാവാ. അമ്മാവനിരിക്കൂ. ഇരിക്കമ്മാവാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാവൻ എന്നാ എത്തിയത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ, ഒരു സംശയമില്ല. ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമം മാങ്ങാത്തിലൊന്നും അമ്മ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ 6 മാസവും 4 മാസമായിട്ട് സൂഹിക്കല്ലേ? മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടാ നോക്കല്ലേ? അത് ശരി. അപ്പൊ നിനക്ക് നിന്നെ ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കടകം. സ്വാമി, മതി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കെട്ടവരെ? ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.